തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ള ശ്രേയയുടെ മുത്തച്ഛനാണ്. ശ്രേയയ്ക്കാണ് ആലിൻ മോളുടെ വൃക്ക ദാനം നൽകിയിരിക്കുന്നത്. മുത്തച്ഛൻ ചേരുകയാണ്. വലിയ വിഷമത്തോടെ തന്നെയായിരിക്കും ഇവിടെയും എത്തിയതല്ലേ? ഇവിടെ എത്തിയതും വലിയ വിഷമത്തോടു കൂടി ആ മാലാഖ അവസാനമായിട്ടൊന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ അവിടെ നിന്നൊന്ന് കണ്ടിട്ട് ആ അപ്പൂപ്പനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. വന്ന് കണ്ടു. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഇരിപ്പുണ്ട്. അവരോട് ഇപ്പോൾ വലിയ സങ്കടത്തിരിക്കല്ലേ. ഞാനും ഇതേപോലെ ഒരു അപ്പൂപ്പനാണ്, എനിക്കും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ അതേപോലെ സ്നേഹിച്ച് വളർത്തിയല്ലേ അവരും. അതുകൊണ്ട് നല്ല മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. കേട്ടപ്പോൾ തോന്നി, വളരെ ഇത് തോന്നി. അവർ ഇങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയെ നമ്മളിന്ന് കണ്ടില്ലെങ്കിൽ അത് ശരിയല്ല. ലോകത്ത് എവിടെയായിരുന്നാലും ഇത്ര ഒരു നല്ലൊരു ഉടമയെ വന്ന് കണ്ടേ തീരുള്ളെന്ന് വിചാരിച്ച് നന്ദിയോടെയായിരിക്കും കുടുംബം അപ്പോൾ ഓർക്കുന്നത്. തീർച്ചയായിട്ടും അവരെ കുടുംബത്തോട് എല്ലാവരോടും വളരെ നന്ദി. ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ ഒതുക്കാൻ പറ്റും. ശ്രേയയുടെ ആരോഗ്യനില ഏത് ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇത്തരം ഒരു ആശ്വാസ വാക്കുകൾ വാർത്തയെത്തുന്നത്? ഒന്നര വാടം ഇതേപോലെ ഡയൽസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ എന്നാലും ഭയങ്കര ആണ്. നമുക്ക് കൂടി വരും. പിന്നെ അഡ്മിറ്റാവും. പിന്നെ വളരെ ബുദ്ധിമുട്ടിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന് പിന്നെ ജന്നിയൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേ 11ാമത്തെ വയസ്സ് തുടങ്ങി. ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ആശ്വാസം. തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ജീവിതത്തിന് പുതുജീവൻ ഏൽക്കുകയായിരുന്നു അല്ലേ ആലിൻ? അതെ അങ്ങനെ പറയാനും നമുക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തോട് അത്ര നമുക്ക് കടപ്പാടായി. അതുകൊണ്ട് അങ്ങനെ എന്നാലും ആ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു. ആ കുഞ്ഞിൻ്റെ ഇത് ഉണ്ടെങ്കിൽ ആ കുഞ്ഞല്ലേ ഇനി ഉള്ളിൽ കൂടി ജീവിക്കുന്നത്. അതിൽ വളരെ അവർക്കും പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോട്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിനും പ്രതികരിച്ചതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും ആ ശ്രേയയുടെ മുത്തച്ഛൻ്റെ വാക്കുകൾ ആ കുടുംബത്തിന് ശ്രേയയുടെ സാഹചര്യം എങ്ങനെയായിരുന്നുവെന്ന് നമ്മൾ ഇപ്പോൾ ആ മുത്തച്ഛൻ സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത്തരത്തിൽ കഴിഞ്ഞ ഒരു മകൾക്കാണ്, 11 വയസ്സ് മാത്രമുള്ള മകൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പുതുജീവൻ ഏകുന്നതായിരുന്നു ആലിൻ മകളുടെ അവയവദാനം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിന് എല്ലാ ആളുകളും എത്തുകയും ഒരു സല്യൂട്ട് തന്നെ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.